രണസുന ഗൾഫിൽ പോകുന്നതേ വെറും ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അതായത് ബാർ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രമല്ല. ചില കുൽസിത കൽകൃത ചൽകൃതങ്ങളും അതിലുപരി പിന്നെ ഗോൾഡ് മറ്റുള്ള സാധനങ്ങളുടെ സ്മഗ്ലിംഗ് ഒക്കെ ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു ശബ്ദ സന്ദേശം നിങ്ങൾ കേട്ട് കാണും. ഷെഫീന ബീവിയാണ് ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. ഏതോ ഒരു സ്ത്രീ, അതായത് അവരുടെ ജ്വാലി അതൊക്കെ തന്നെ, ഏത് ആ പരിപാടിയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ രണസുന അവിടെ അങ്ങോട്ട് വരുന്നത് കൊണ്ട്, അവരിങ്ങനെയുള്ള എന്തൊക്കെ കാണിക്കുന്നത് കൊണ്ട് തനിക്ക് ഒരു വിലയില്ല, നമ്മളാരും മൈൻഡ് ചെയ്യണില്ല എന്ന രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. അവരുടെ തൊഴിൽ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ രണസുനയെ സപ്പോർട്ട് ചെയ്യാനോ രണസുനയെ അങ്ങ് ഉയർത്തിപ്പിടിക്കാനോ ഒന്നല്ല ഞാൻ നോക്കുന്നത്. കൃത്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറച്ച് തോന്നിയ കാര്യങ്ങളുണ്ട്, അത് പറയുക തന്നെ വേണം. അതിവിടെ പറയുക തന്നെ ചെയ്യും. ഒരാളുടെ കയ്യിൽ നിന്നും ഇത്രയും നാളുടെ ഇടയിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉറുപ്പ്യ ഞാൻ വാങ്ങിയിട്ടില്ല. ഒരാൾക്കും ഫേവർ ആയിട്ട് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. എന്റെ മനസാക്ഷിക്ക് തോന്നുന്നത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മളൊരാളെ കുറിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഒരു ശബ്ദ സന്ദേശം മാത്രമാണ് ചേച്ചി കേൾപ്പിച്ചിട്ടുള്ളത്. അത് വിശ്വാസയോഗ്യമായ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ്. ഇവിടെ നടക്കുന്ന ഈ ബാർ ഡാൻസ്, സ്പാ, ഇതിന്റെയൊക്കെ മറവിൽ വെറും ഗോൾഡ് ബിസിനസ്സും മയക്കുമരുന്നും കച്ചവടവും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ 4 വർഷം ഈ സ്പാ ഫീൽഡിൽ ഉണ്ടായിരുന്നത്, ഈ ഡാൻസ് ബാറിൽ ഉണ്ടായിരുന്ന എന്നുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിതിനെ കുറിച്ച് വളരെ പച്ചവെള്ളം പോലെ അറിയാം. നമ്മളൊക്കെ ഇതിൽ ഇവന്മാർ ഉപയോഗിക്കും എന്ന് തുടങ്ങിയ സമയത്താണ് നമ്മൾ ഇതൊക്കെ വിട്ടുപോയത്. ഞാൻ സത്യം പറയാൻ ചേച്ചിയോട്, ഞാൻ ഇപ്പോഴും ഡേറ്റിംഗ് ചെയ്ത് ജീവിക്കുന്നു. ഇവൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട്, ഈ വാസൽ കൈമിൽ വന്നിട്ട് എത്ര അവന്മാർക്കാണ് കിടന്നു കൊടുത്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് അറിയോ? എന്റെ എത്ര ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഇതിലുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, ഈ മേഖലയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവള് ശരീരം വിൽക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ ഈ സ്വർണ്ണം കിടത്തുന്ന പറഞ്ഞാൽ, ഈ സ്വർണ്ണം കിടത്തുന്ന എങ്ങനെയാ പറയുക? കോണ്ടത്തിന്റെ ഉള്ളിൽ സ്വർണ്ണം കയറ്റി നിറച്ചിട്ട് ഒന്നിൽ സാധനത്തിന്റെ ഉള്ളിൽ കയറ്റി വെക്കും, എന്നിട്ട് ഒരു പാഡിൽ ചുവന്ന കളർ ഒഴിച്ച് ഒട്ടിച്ച് ഷഡിൽ ഒട്ടിച്ച് വിടും. ഇത് സ്ഥിരം ഇവിടെ നടക്കുന്ന പരിപാടികളാണ്. പിന്നെ അതുമല്ല, ഉപമാർക്ക് ജീൻസ് ഉണ്ട്, ജീൻസിന്റെ പല ഭാഗങ്ങളും സ്വർണ്ണമായിരിക്കും. ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല ചേച്ചി. ഇതൊക്കെ ചേച്ചി ചെയ്യുന്ന ജോലിയാണോ ചോദിക്കില്ലേ ആളുകള്? ഇവിടെ രണസുന ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു പറയുന്നുണ്ടല്ലോ. തെളിവെന്താണ് ഈ സംസാരം? ആരാ സംസാരിക്കുന്നേ? എനിക്കിതൊക്കെ തന്നെ പണി എന്നാ പറയുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് രണസുനയോട് ഇഷ്ടമുണ്ടാവില്ലായിരിക്കാം, പക്ഷെ ചില കാര്യങ്ങളിലെങ്കിലും നമ്മളൊരു വാക്ക് മാത്രം കേട്ടുകൊണ്ട്, ആരാണ് പറയുന്നതെന്നും കൂടി കേട്ടുകൊണ്ട് മാത്രം പ്രതികരിക്കുക എന്നുള്ളതാണ്. ഷെഫീന ബീവിയുടെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ നല്ല വൃത്തികേട് ഈ രണസുന വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് നല്ല ദേഷ്യം ഉണ്ടാവും. അവർക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, ഈ രണസുനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരും. തെളിവായിട്ട് ശബ്ദ സന്ദേശം മാത്രമേ ഉള്ളൂ, ഫോട്ടോസ് വരും എന്ന് പറയുന്നുണ്ട്. വരട്ടെ, വരുമ്പോ നമുക്ക് നോക്കാം. ബാക്കി സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പന, അതായത് വേശ്യാവൃത്തി. എന്റെ രണ്ട് സുഹൃത്തുക്കൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. അവരുടെ ഒന്നും ഐഡന്റിറ്റി എനിക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റില്ല. കാര്യം അവന്മാര് ഇവളുടെ ഇതും ഭ്രമവും കണ്ടിട്ട്, മറ്റേ എന്തോ സെലിബ്രിറ്റി എന്നുള്ള തേങ്ങ, പിന്നെ ഇവള് വയറും കണ്ടിട്ട് പോയവന്മാരാണ്. അവന്മാര് പറയുന്നത് ഇവള് തുണി അഴിച്ചിട്ട് വന്നു കഴിഞ്ഞാല് ആ വയറ് മാത്രമേ ഉള്ളൂ, 2 അസ്ഥികൂടം പോലത്തെ കാലുണ്ട്. ഞങ്ങൾ തന്നെ ആകെപ്പാടെ അന്തം വിട്ടു പോയെന്ന്. ഞാൻ എന്നിട്ട് ഇവന്മാരെ കളിയാക്കിയിട്ട്, നിനക്കൊക്കെ നാണമില്ല, നീയൊക്കെ അതായത് അത്രയും ഞങ്ങള് ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. നല്ല ഫ്രണ്ട്സ് കേട്ടോ. 3 പേര്, 2 പേര് പോയി എന്നാ പറയുന്നേ. എടോ, നമ്മൾ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത് വെച്ചാൽ അവിടെ തെറ്റുകൾ വരാറില്ല അല്ലേ? 3 ഫ്രണ്ട്സ്, പിന്നെ 2 ഫ്രണ്ട്സ്, എന്തായാലും 3 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഈ ഉളത്തരം കാണിച്ച് നടക്കുന്നേ. അവിടെ പോയിട്ട് അവര് കണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? ഇനി കൂടുതൽ വിശ്വാസം വേണമെങ്കിൽ ഉണ്ടാക്കി തരാം, മുഴുവൻ ഒന്ന് കേട്ടാ മനസ്സിലാവും. ഇപ്പൊ ഈ ലാസ്റ്റ് ടൈം ഇവളെങ്ങനെ ഇവിടെ വന്നു, എന്നിട്ട് ഞാൻ ഇവളെങ്ങനെ ഇവിടെ വന്നു, അത്രമാത്രം ക്യാഷ് കൊടുത്തിട്ട് അത്രയും സ്പെഷ്യൽ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ആ പൗണ്ടിന്റെ അവന്മാര് ഇവിടെ ഇറക്കിയേക്കണം. കാര്യം അവന്മാര് ഓൾറെഡി 20 വരെ ഇവിടെ നോമ്പും പെരുന്നാളായിരുന്നു. അതുവരെ ഒരു കാര്യങ്ങളും യുവമാർക്ക് നടക്കത്തില്ല കേട്ടോ. അതുവരെ യുവമാർക്ക് ഒരു കാര്യങ്ങളും നടക്കത്തില്ല. പിന്നെ ഇവന്മാര് അത്രയും ക്യാഷ് ഇറക്കിയിട്ടാണ് ഇവളിവിടെ ഇറക്കിയേക്കണത്. ഒരു ഡേയ്സിന് ഇവക്ക് 15,000 20,000 വാങ്ങിച്ചിട്ടാണ് ഇവന്മാര് ഇവിടെ ഇറക്കിയേക്കണത്. ബഹറിലും സെയിം തന്നെയാണ്. ചേച്ചിക്കപ്പൊ ബഹറിലുണ്ടല്ലേ പിടി? കൊള്ളാം കിട്ടാ കൊള്ളാം.
എന്താണ് സന്ദീപ് ഇത്രയും നാള് രണസുനെ എങ്ങനെ ഊക്കിയിട്ട് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആളുകൾക്കെങ്കിലും തോന്നുമല്ലോ. മനസാക്ഷി അതൊന്നും അവിടെ ഉണ്ട്, അതുകൊണ്ട് മാത്രമാണെന്നുള്ളതാ. ഈ ഒരു ചേച്ചി എന്റെ ജോലി ഇന്നതാണ് എന്ന് പറയുന്ന ആ ഒരു നിമിഷം മുതലാണ് എനിക്ക് ഈ വീഡിയോയിൽ ഒരു ഡൗട്ട് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഓഡിയോയിൽ ഷെഫീന ബീവിയോടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഒരു ശബ്ദത്തിന്റെ ഉടമയില്ല അവരോടാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. അവർ പറഞ്ഞു വെക്കുന്ന പല സ്റ്റേറ്റ്മെന്റുകളും അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ സിഗരറ്റ് വലിക്കുന്നതും മദ്യപിക്കുന്നതൊക്കെ ആയിട്ടുള്ള നേരിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് 2-3 സ്ഥലങ്ങളിൽ ഒരു തെറ്റുമില്ലാതെ പറയുന്നുണ്ട്. എന്നാൽ കോണ്ടത്തിന്റെ ഉള്ളിൽ ഗോൾഡ് കയറ്റിയിട്ട് അത് അവിടെ കയറ്റി വെച്ചിട്ട് പാഡ് ബ്ലഡ് ആക്കി വെക്കുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇതൊന്നും ആരും കണ്ടെത്തില്ല എന്ന് പറയുന്നു. പിന്നെ പാന്റിന്റെ പോക്കറ്റിൽ ഇത് എവിടുന്നാ വരുന്നേ? ഇത് എവിടെയാണ് പരിശോധന നടക്കുന്നേ? എയർപോർട്ടിലാ. നമ്മളാ മെഷീന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ മുഴുവൻ മെറ്റൽ ഐറ്റംസും ഡിറ്റക്ട് ചെയ്യും അല്ലെ? പിന്നെ എങ്ങനെയാണ് വെറും ഒരു ബ്ലഡ് തേച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡിറ്റക്ട് ചെയ്യാതിരിക്കുന്നേ? കാലങ്ങളായിട്ട് വരുന്ന ഒരാളല്ലേ. ഇപ്പോ ഷെഫീന ബീവി തന്നെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഡൗട്ടാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത്. ഇത് മറ്റൊരാളുടെ ശബ്ദ സന്ദേശം മാത്രമാണെന്നുള്ളതാണ്. ഞാനിതിന് തെളിവ് കിട്ടുന്നത് വരെ, ഈ ഒരു ശബ്ദ സന്ദേശം അല്ലാതെ തെളിവ് കിട്ടുന്നത് വരെ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ കിച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഈ രണസുന ഒരുപാട് ആളുകളെ ചതിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് പരിഹാസങ്ങൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആധികാരികത ഇല്ലാതെ എങ്ങനെ പറയാൻ കഴിയും? ഈ ശബ്ദത്തിന്റെ ഉടമ തന്നെയാണ് അതിന് കാരണക്കാരി എന്നുള്ളത് ഇനി അങ്ങ് കേൾക്കുമ്പോൾ മനസ്സിലാവും. സത്യമാണ് ചേച്ചി, ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ. അത് ഇതുപോലുള്ള 4 സ്ത്രീകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ കേട്ടാ. ഇതുപോലെയുള്ള 4 സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ സംഭവം ശരിയാണ്. ഈ ഊളത്തരം, ഈ കോപ്രായത്തരങ്ങള്, ഈ ഒരു സാധനം, കിച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, ആ ഒരു കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് സഹായിച്ച ആളുകളെ കൊഞ്ഞലം കുത്തുന്ന ഈ സംഭവം, ഇതൊക്കെ ഓക്കെ. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് വെറുപ്പ് തന്നെയാണ്. പിന്നെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്, അവരോട് എനിക്ക് വെറുപ്പ് തന്നെ തോന്നുന്നു. ഈ രണസുനയുടെ കുറെ കോപ്രായത്തരങ്ങൾ അത് തന്നെയാണ്, അത് മാത്രമാണെന്ന് പറയേണ്ടി വരും. സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയാത്ത രീതിയിൽ, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടന്റുകൾ കാണുന്നത് മാത്രമാണ് നമ്മളെ വെറുപ്പ്. അതിന്റെ അപ്പുറത്തേക്ക് ഇവരെന്താ ചെയ്യുന്നേ? ശരീരം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ? അവരാണ് ഈ പറയുന്നത്. എനിക്ക് കാണുമ്പോൾ വിഷമം തോന്നുന്നുള്ളത്. എന്താ ഇതൊക്കെ പറയും? ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ശബ്ദത്തിന്റെ ഉടമയെ കുറിച്ചാട്ടാ പറയുന്നേ. അത്ര സങ്കടപ്പെട്ടിട്ട് പറയാണ്, ഈ സ്ത്രീ ഈ ലോകത്തിന് നാശമാണ് ഈ സ്ത്രീ. അല്ലെങ്കിൽ ഇവള് മിണ്ടാതിരിക്കണം. ഇപ്പൊ ഈ പറയുന്ന പരിപാടിയൊക്കെ തന്നെയാണ് നമ്മളും എടുക്കുന്നത്. ഈ പറയുന്ന പരിപാടിയൊക്കെ തന്നെ നമ്മൾ എടുക്കുന്നത്. എന്ത് യോഗ്യതയാണുള്ളത്? എന്ത് തെളിവാണുള്ളത്? ഫോട്ടോസൊക്കെ ഞാൻ ഒപ്പിക്കാൻ നോക്കട്ടെ, ഞാൻ കിട്ടുകയാണെങ്കിൽ എന്തായാലും തരും. ഇതാണോ പറയേണ്ടത്? കൃത്യമായ എവിഡൻസ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്നത്? ഇപ്പോ വിപിൻലാലുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞങ്ങൾക്കൊരു സംശയം ഉണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒത്തുകളിയാണെന്നൊരു സംശയം നമുക്ക് തോന്നിയിട്ടുണ്ട്. വിപിൻലാല് പറഞ്ഞു വീഡിയോസ് കയ്യിലുണ്ട്, പുറത്തു വിടുന്നു, ഒന്നും വന്നിട്ടില്ല. അതുപോലെ രണസുനെ കുറെ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയിട്ട് ബഹളം വെച്ചിട്ടുള്ളത്. അവിടെ രാത്രി ബഹളം വെച്ച ആ വീഡിയോ മാത്രം എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ അവിടെ ഉപദ്രവിച്ചതായിട്ട് നമുക്ക് തോന്നിയേക്കാം. അത് കൃത്യമായിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇതൊരൊത്തുകളിയാണോ എന്ന രീതിയിലേക്ക് നമുക്ക് തന്നെ സംശയങ്ങൾ തോന്നി. ഇതിൽ ഷെഫീന ബീവിയെ കൊടുക്കാൻ വേണ്ടിയിട്ടും പല കാര്യങ്ങളും പറഞ്ഞതുപോലെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഈ ഓഡിയോ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവില്ലേ, ഈ സ്ത്രീ അത് വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് എന്തൊക്കെയോ വൈരാഗ്യ ബുദ്ധി ഇവരോട് തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് തെളിവ് സഹിതം പറഞ്ഞാലല്ലേ വിശ്വസിക്കാൻ കഴിയുള്ളൂ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാണിക്കണ്ടേ? തെളിവ് കാണിക്കൂ, അപ്പൊ നമുക്ക് നോക്കാം. ഇവള് മാത്രമാണ് കിടന്നിട്ട് ഈ പിടയ്ക്കും ഈ മാതിരി തോന്നിയാസങ്ങൾ പറയുകയും ചെയ്യുന്നത്. അപ്പൊ ഇവളെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നി. ഫോട്ടോസുകൾ ഞാൻ കിട്ടുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി. മാക്സിമം കുറെ ഫോട്ടോസുകളെങ്കിലും കിട്ടിയാല്. പിന്നെ ഇവള് നല്ല സിഗരറ്റ് വലിയ കേട്ടോ, ഒടുക്കത്തെ സിഗരറ്റ് വലിയ ഇവള് എന്റെ മുമ്പിൽ ഇരുന്നിട്ട് കുറെ സിഗരറ്റ് വലിയ തള്ളി ആശ്രയിൽ ഇട്ടത് ഞാൻ കണ്ടതാ. ഓക്കെ, സിഗരറ്റ് വലിക്കും, ഓസ്ട്രേലിയയിൽ ആസ്ട്രേലിയയിൽ ഇട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിശ്വസിച്ചെന്നൊക്കെ വരാം. കാരണം അവരുടെ ആ മുഖത്ത് കുറെ ഭാവമാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ നടക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് പ്രായമായതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഓൾറെഡി 10-35 വയസ്സായി, പിന്നെ അതിൻ്റെതായ പ്രായം തോന്നിക്കും, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഏതോ ഒരു റീല് കണ്ടപ്പോൾ തന്നെ അവരെന്തോ അവശയായ പോലെ തോന്നി. കമന്റ് ബോക്സിൽ കിടക്കുന്നത് മദ്യപാനം ഒന്ന് കുറക്കി എന്നുള്ള രീതിയിലൊക്കെയാണെന്നുള്ളതാണ്. അപ്പോ ആ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ വിശ്വസിച്ചേനെ.
പിന്നെ നിങ്ങൾ സ്മഗ്ലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എടോ എയർപോർട്ടിലൊക്കെ അത്രമാത്രം സെക്യൂരിറ്റീസ് ഉണ്ട്. അവിടുന്ന് മറികടന്ന് ഈ ഒരു സാധനം കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആളുകളെ പിടിച്ചിരുന്നു. ഇപ്പൊ അത്ര വാർത്തകൾ പോലും ഇല്ല. കാരണം അതൊക്കെ കുറഞ്ഞു ഇവിടെ. പോയ ഫ്രണ്ട്സിനോട് ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് ഇവളുടെ എന്തെങ്കിലും വീഡിയോസോ ഇവളുടെ കൂടെ ഷെയർ. അപ്പൊ അവര് പറയുന്നുണ്ട് അവർക്ക് ഫാമിലിയും കാര്യങ്ങളുള്ളതാണ്. പക്ഷെ ഞാൻ എടുത്തു തരാം, എന്തെങ്കിലും ഞാൻ തരാം. എന്റെ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച പരമാർത്ഥാണ് ചേച്ചി, കള്ളത്തരമല്ല. കള്ളത്തരല്ലെങ്കിൽ എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ ഇങ്ങനെ ശബ്ദം കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്തെങ്കിലും തരാന്ന് പറയുന്നുണ്ടല്ലോ. ഇതെന്താ പിച്ചയാണ് ചോദിക്കുന്നത്? നിങ്ങളൊരാളെ കുറിച്ച് ഒരു അലിഗേഷൻ പറയുമ്പോൾ അതിന് കൃത്യമായി തെളിവ് വേണം. ആ തെളിവ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്ന രീതിയിലേക്ക് എത്ര മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഇവിടെ എന്റെ പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് അറിയാം, അല്ലെ? എന്നെ സബ് ചെയ്ത എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഒരു വിഷയം ഇങ്ങനെ ഒരു സംഭാഷണം മാത്രം വെച്ചുകൊണ്ട് ആ സംഭാഷണത്തിന്റെ ഉടമയെ കുറിച്ചും കൂടി ചിന്തിക്കുമ്പോൾ അത് സത്യസന്ധമാണ് എന്ന് നമുക്കൊരു 50% വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. ഞാൻ കാര്യമായിട്ട് പറയാം. ദൈവത്തിനാണ് ഞാൻ പെറ്റ മക്കളാണ് സത്യം, ഇതൊന്നും കള്ളമല്ല. ഇവിടെ വരുന്നത് ഡ്രഗ് മാഫിയയും ഗോൾഡ് മാഫിയയുടെയും ഒക്കെ കൂടെ തന്നെയാണ്. പിന്നെ പോരെങ്കിൽ ശരീരം വെക്കാൻ അവിടുന്ന് ബുക്കിംഗ് അവിടുന്ന് പറയുന്നതുണ്ട്. ആ വോയിസ് ഒന്നും നമുക്ക് തരത്തില്ല, കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. അപ്പൊ അങ്ങനെ ഒരു വോയിസും കിട്ടാനില്ല. ഉണ്ടെങ്കിൽ അത് അയക്ക്. കിട്ടാനൊരു ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നത്. ഷെഫീന ബീവി എന്തുകൊണ്ടാണ് ഈ ഒരു ശബ്ദ സന്ദേശം ഒന്നും നോക്കാതെ, മുന്നും പിന്നും നോക്കാതെ ഇട്ടെന്ന് എനിക്ക് അറിയില്ല. ഒരു പക്ഷെ ചിലപ്പോൾ വീട്ടുകാരൊക്കെ തെറി വിളിച്ചിട്ട് പിന്നെ വെല്ലുവിളികളൊക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ടായിരിക്കാം. എന്തൊക്കെ ആയാലും ഈ ഒരു സ്ത്രീ ചെയ്യുന്ന ജോലിയെ കുറിച്ചിട്ട് ഷെഫീന താത്ത നിങ്ങൾ കേട്ടല്ലോ. അവർക്ക് അതിൽ ഭയങ്കര അസൂയ ഉള്ളത് പോലെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. നമ്മളെ ആരും നോക്കുന്നു പോലും ഇല്ല എന്നൊരു കാര്യം പറയുന്നത് കേട്ടല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? മദ്യപാനം, അതേപോലെ തന്നെ ശരീര വിൽപ്പന, അങ്ങനെ പല കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഈ സാധനം എവിടൊക്കെ ഒളിപ്പിച്ച് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നില്ലേ? എന്തുവാ? നാളെ തെളിവുമായി വരികയാണെങ്കിൽ കൃത്യമായി ഫോട്ടോസോ വീഡിയോസോ മറ്റുള്ള കാര്യങ്ങളോ ഇനിയും കൂടുതൽ ശബ്ദ സന്ദേശങ്ങളോ അങ്ങനെയും കൂടി നോക്കണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ തീർച്ചയായിട്ടും രണസുനയെ വലിച്ചു കീറി അങ്ങോട്ടിക്കും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. പക്ഷെ ഇപ്പൊ ഈ സൗണ്ട് 15 ദിവസം ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ. 15 ദിവസം ഇവള് ബുക്ക് ചെയ്ത്, അതായത് ഇവളെ കളിക്കാൻ ആളെ കിട്ടിയാൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. എല്ലാണ്ടൊന്നും ഇവള് വരത്തില്ല. അത് ഓൾറെഡി ഇവള് ഫിക്സഡ് ആണ്. ഇനിയിപ്പൊ ചേച്ചി നോക്കിക്കോ, ഇപ്പൊ അവൾ അവിടുത്തെ കൂന്തളിപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ ഗൾഫിൽ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സെറ്റിലായി ഇവിടെ കിടന്ന് കൂന്തളിപ്പ് കാണിക്കാന്നുള്ളതാണ് ഇവളുടെ കാര്യം. നാട്ടിൽ ഇനി ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. ഓക്കെ, നാട്ടിൽ ഇനി കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ ഗൾഫില് വീടൊക്കെ എടുത്ത് താമസിച്ച് അവിടുന്ന് കുന്തളിപ്പ് കാണിക്കാനാണ് അവരുടെ പ്ലാൻ എന്നാണ് ചേച്ചി വായിച്ചു വെച്ചിരിക്കുന്നത്, എഴുതാപ്പുറം വായിച്ചു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും എന്തോ ഒരു വൈരാഗ്യം ഉള്ളത് പോലെ, ഒന്നല്ലെങ്കിൽ ഷെഫീന ബീബിനെ ലോക്കാക്കാൻ, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളെ എനിക്ക് ഡൗട്ട് ആയിട്ടുള്ളൂ, ഷെഫീന ബീബി ഓർ രണസുന. സത്യം പറഞ്ഞ ഇത്രയും പ്രശ്നം ആയതുകൊണ്ടാ. അല്ലെങ്കിൽ ഇവള് ഫസ്റ്റ് ദുബായിൽ വന്ന സമയത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇപ്പൊ എല്ലാരും പബ്ലിക്കായി ഇത് മൊത്തം വൈറലായതുകൊണ്ട് ആരും ഒന്നും തരത്തില്ല, ആരും പേടിച്ചിട്ട്. അതാണ് വാസ്തവം. ഇവള് ഫസ്റ്റ് ദുബായിൽ വന്നപ്പോഴും പാപ്പിലോണിൽ വന്നപ്പോഴും സെക്കൻഡ് താമരയാണോ ചെമ്പരത്തിൽ വന്നപ്പോഴും നമുക്ക് മനസ്സിലായി, നമുക്കെന്നല്ല ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് പച്ചപ്പരമാർത്ഥങ്ങള്, ഇതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പിന്നെ അവർക്ക് പറയാലോ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ചെമ്പരത്തിയോ ചെമ്പക ഇനിയിപ്പോ വല്ല പ്ലാവിന്റെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടത് തെളിവാ. ഇപ്പൊ വെറുതെ വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് രണസുനയെ തേച്ചങ്ങൊട്ടിക്ക ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരൊന്ന് കമന്റ് ഇട്ടു, അവർ വേണമെങ്കിൽ നല്ല ലൈക്കും അടിക്കും, ഷെയറും ചെയ്യും, ഹൈപ്പും ചെയ്യും. അത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തത വേണം. ഇവിടെ ഷെഫീന ബീവിയുടെ ചാനലിൽ വന്ന ശബ്ദ സന്ദേശം മുഴുവൻ വേണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ടാം. ഒരുപാടുണ്ട്. അതിൽ വളരെ മോശപ്പെട്ട രീതിയിൽ വൃത്തികേടുകൾ പറയുന്ന ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കൊണ്ടുവരാത്തത്. കാരണം ഏതെങ്കിലും കുട്ടികളെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ ചാനലിൽ ഈ വീഡിയോ കാണാൻ ഇടയായാൽ ആ വൃത്തികേടുകൾ കൂടി എന്ത് വൃത്തിയായിട്ട് ചാനലാന്നുള്ള സാധനം തോന്നരുത്. അവരുടെ മാതാപിതാക്കൾ ഇത് കണ്ടുവന്നിട്ട് അവർക്കൊരു സങ്കടം തോന്നരുത്. അതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുവരാത്തത്. ചേച്ചി ധൈര്യമായിട്ട് എന്റെ ഈ വോയിസ് അങ്ങോട്ടിട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. എന്താന്നറിയോ, ഇപ്പോൾ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തിനും മറ്റേ ഡ്രഗ് മാഫിയ. ഇവിടെ നല്ല ഒന്നാന്തര സിഗരറ്റ് വലിക്കാരി, ഡ്രഗ് അഡിക്റ്റുമാണ്, ഡ്രഗും വലിക്കുന്നുണ്ട്. ഇവള് ആണുങ്ങളെ മൊത്തം
ഓൾറെഡി ക്യാച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ നൈറ്റിന് ഇത്ര രൂപയാന്നും പറഞ്ഞിട്ട് വില പേശിയിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവക്കുള്ള പൈസ ഓൾറെഡി അവന്മാര് കൊടുത്തിട്ടുണ്ടാവും. ഈ 12 ഏത് ഷോപ്പിലാണ് ഈ 10-12 ദിവസം ഇവിടെ മറ്റേ എന്താ പ്രൊമോഷനോ തേങ്ങ നടക്കുന്നത്? ആര് നടത്തും? ചേച്ചിക്ക് എന്താ? ചേച്ചി ഈ വോയിസ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തോ, അതോടെ അവർക്ക് മനസ്സിലാവും ആരാണ് ഇത് ചെയ്തതെന്നുള്ളത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട്. രണ്ടുപേരും മുന്നിലിരുന്നു. അതിലൊരാള്, അതായത് രണസുന സിഗരറ്റ് വലിച്ചിട്ട് ആ ഒരു ഇതിൽ കുത്തി എന്നൊക്കെ പറയുന്നുണ്ട്, മുന്നിലിരുന്നിട്ട് വലിച്ചു എന്നൊക്കെ പറയുന്നത്. എന്താണ് സത്യത്തിൽ സംഭവിച്ചത് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ല. CCTV ക്യാമറ ഫുട്ടേജുകളോ ഫോട്ടോസോ അല്ലാത്തത് ഫോട്ടോസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരാതെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു വിഷയത്തിലൊന്നും സംസാരിക്കാൻ കഴിയില്ല. ഇതുവരെ എൻ്റെ ഒരൊറ്റ വീഡിയോയിലും രണസുനയെ ഇപ്പൊ ഈ ശബ്ദ സന്ദേശത്തിൽ കാണുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ കയ്യിൽ തെളിവില്ല. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി എൻ്റെ ചാനലിൽ പറയാറില്ല. അത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ്. ഇവിടെ വേണമെങ്കിൽ വലിച്ചു കീറി അങ്ങ് ഒട്ടിക്കാം. ഞാൻ പറഞ്ഞല്ലോ, കിട്ടിയൊരു ചാൻസ് ആണ്. ഓ അതാ രണസുന, ഇങ്ങനെയാണ് രണസുന എന്നൊക്കെ പറയാ. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ ചെയ്യുന്ന ഈ ജോലിയിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ഉറുപ്യ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇത്രയും നാളിനിടയിൽ ഞാൻ ഒരു ഒറ്റ വീഡിയോ ചെയ്തിട്ടില്ല, ഞങ്ങോട്ട് ചെയ്യൂല. അത് മനസ്സിലാക്കുക നിങ്ങൾ. ചിലപ്പോൾ ചില ആളുകൾ രണസുനയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ അതുൽ വ്ളോഗിനെ, ഡാനി സത്യനൊക്കെ എല്ലാവരും വന്നിട്ട് നെഗറ്റീവ് അടിച്ച് പോയിരുന്നില്ലേ? അതേപോലെ ഇങ്ങോട്ട് കയറാൻ നിൽക്കണ്ട. ഞാൻ ആരെ കയ്യിൽ നിന്ന് 5-ന്റെ കൈ വാങ്ങൂല. നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കണ്ടതാണെങ്കിൽ ആ ഓഡിയോയിൽ വ്യക്തമായിട്ട് അവരുടെ ജോലി എന്താണെന്നും അവരെന്തിനാണ് അസൂയപ്പെടുന്നത് എന്നുള്ള ഭാഗം ഒന്ന് കേട്ടാൽ മനസ്സിലാവും എന്നുള്ളതാണ്. അവർക്ക് രണസുനയുടെ കാര്യത്തിൽ അസൂയ തോന്നുന്നു, എന്നെ ആരും നോക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നു. ഇതൊക്കെ എന്തിന്? അവരത് വിറ്റ് ജീവിക്കുകയാണെങ്കിൽ അവർ വിറ്റ് അങ്ങോട്ട് ജീവിച്ചു പൊക്കോട്ടെ. അതിന്റെ അപ്പുറത്തേക്ക് എന്തിനാ വെറുതെ? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. ഞാൻ എൻ്റെ തോട്ട്സ്, എൻ്റെ ചിന്തകളാണ് പറഞ്ഞത്. ഇപ്പോൾ ഷെഫീന ബീവി പറഞ്ഞല്ലോ, എനിക്കൊരു സംശയമുണ്ട് അവർ കള്ളക്കടത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതേപോലെ എൻ്റെ ഒരു സംശയം മാത്രമാണ്, ഈ ഒരു ശബ്ദ സന്ദേശത്തിന്റെ ഉടമ എന്താണ് ഉദ്ദേശിച്ചത്? എന്തിനാണ് അങ്ങനെ വാക്കുകൾ പറഞ്ഞത്? എവിടെ തെളിവുകൾ? എവിടെ ഫോട്ടോസ്? എവിടെ ശബ്ദ സന്ദേശങ്ങൾ? എവിടെ വീഡിയോസ്? തെളിവ് തന്നെയാണ് മുഖ്യം ബിഗിലേ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ തന്നെ പറ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.